എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഈദ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ വ്ളോഗാണിത്. ഇതിൽ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സലു കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്കൊന്ന് പോയാലോ. വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ട്രിവാൻഡ്രത്തൊക്കെ റെഡ് അലേർട്ടാണ് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി അതവിടെ ശരിക്കും പറഞ്ഞാൽ പഴുത്തിട്ടുണ്ട്, പറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് തന്നെ പഴുത്തു പോയതാണ്. എന്തായാലും ഞാനിത് പറിച്ചെടുക്കാൻ. താഴെ പോയി. ഒരു പച്ചമുളകാണെങ്കിലും നമ്മൾ നട്ടതിങ്ങനെ പറിച്ചെടുക്കുമ്പം ഒരു സന്തോഷമാണ് കേട്ടോ. വേണ്ട ഇവിടെയും മുളക് കണ്ടോ, പഴുത്ത മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിലും ഉണ്ട്. കറിവേപ്പില അങ്ങോട്ട് നല്ല രീതിയിൽ വളരുന്നതേയില്ല. വേണ്ടോ, കുറേ നാളായി ഞാൻ ഈ കവറിലേക്ക് നട്ട് വെച്ചിട്ട്. ഇത് കണ്ടോ, ഇത് മഷിത്തണ്ട്. എത്ര പേർക്കറിയാം, എത്ര പേര് ഈ മഷിത്തണ്ട് സ്ലേറ്റിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? ശരിക്കൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ നമുക്ക് മഷിത്തണ്ടൊക്കെ കാണുമ്പോൾ. ഇതിങ്ങനെ ഒടിച്ചെടുത്ത് ഇതിൻ്റെ മഷി കൊണ്ട് സ്ലേറ്റ് മായ്ച്ചെടുക്കും. അപ്പോൾ നമ്മുടെ റോസാപ്പൂ കരിഞ്ഞു പോയി. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരുപാട് ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കരമായിട്ടുള്ള ലൈനുകൾ പോയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേ വയർ പൊട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടി കിടന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. അവരെൻ്റെ കൺസ്യൂമർ നമ്പറൊക്കെ ചോദിച്ച് വയ്ക്കുന്നതല്ലാണ്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോഴേക്ക് അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് സ്റ്റേ വയർ പൊട്ടിക്കിടക്കാണ്, പേപ്പറിലൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ റെഡ് അലേർട്ടൊക്കെ ആണല്ലോ, അപ്പം എന്തെങ്കിലും കണ്ടാൽ വിളിച്ച് പറയണം എന്നുള്ളത്. അപ്പോൾ അവർ പറയണം അങ്ങനെയൊന്നും ഒരു വാർത്തയും വന്നിട്ടില്ല എന്ന്. എന്തായാലും ഇതുവരെ ആരും ഇത് നോക്കാനോ ഇതൊന്ന് ക്ലിയർ ചെയ്യാനോ വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഇപ്പോഴും ഇത് തൂങ്ങി കിടക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് അടുക്കളയിലേക്ക് വന്നിട്ട് നമുക്ക് ലോക്ക്ഡൗണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഈ അരി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണോ ഉള്ളത് അതങ്ങ് എടുത്താൽ മതി. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണ്ടേ, അതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് അരി നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് മതി കേട്ടോ അത്. പിന്നെ ഞാൻ ബാക്കിയിരിക്കുന്ന അരി ഇതുപോലെ മടക്കി ക്ലിപ്പിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഒരുപാടങ്ങ് ഉണ്ടാക്കി വെക്കത്തൊന്നുമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ലോക്ക്ഡൗൺ എത്രത്തോളമൊക്കെ നീളുന്നു എന്നെന്ന്. അപ്പോൾ ബാക്കിയൊക്കെ ഇതുപോലെ ഒന്ന് കരുതി വയ്ക്കുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾ വേണം. ഞാനിപ്പോൾ ഒരു സവാളയും ഒരു 4 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് പറിച്ചെടുത്തില്ലേ, പഴുത്ത മുളക്, ആ മുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാള നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് റഫായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും വലിയ പിണക്കങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ആ മുളക് ഞാൻ ഇതുപോലെ കീറിയെടുക്കണം. വലിയ എരിവൊന്നും ഉണ്ടാവും തോന്നില്ല കേട്ടോ, അതിൻ്റെ അകത്ത് അരിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓയിലേ ഉള്ളൂവെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം പേസ്റ്റൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്തിരിക്കുന്ന സവാള ഉണ്ടല്ലോ
അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ആ പച്ചമുളകും കൂടി ചേർത്ത്, പിന്നെ വറ്റൽ മുളക്, ഇതിൽ തീരെ എരിവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനൊരു 3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരി ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കൂടി, മല്ലിയില ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. വഴറ്റി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത് ഇത്രയും കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കായപ്പൊടി ഇതിൽ ചേർക്കണതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഉള്ളവരൊക്കെ ചേർത്തോളൂ, ഇല്ലാത്തവർ ചേർക്കണം എന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ ഈ ടൊമാറ്റോ ഉണ്ടല്ലോ, 4 ടൊമാറ്റോ ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞില്ല അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുകൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണത് കേട്ടോ. എന്നിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ച ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ടൊമാറ്റോയുടെ ചാറൊക്കെ അതിലേക്ക് വന്നിട്ട് ടൊമാറ്റോ വെന്തുടഞ്ഞ് ഈ ഒരു പരുവത്തിലാവും. ഇനി നമുക്കിതിലേക്ക് അരി ഞാൻ ഇതിനിടയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 മിനിറ്റ് ഞാൻ കുതിർക്കുന്നുള്ളൂന്ന്. ഇത് വളരെ ചെറിയ ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വെറും 10 മിനിറ്റേ വെച്ചുള്ളൂ. അരിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതായത് ഇതിലുള്ള ആ മസാലയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം മസ്റ്റായിട്ട് വേണം കേട്ടോ. അതാണ് കണക്ക്. നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ മെഷർ ചെയ്ത് എടുത്താൽ മതി. അപ്പം ഞാനിപ്പം 2 കപ്പ് അരിയല്ലേ എടുത്തത്, അതുകൊണ്ട് ഞാൻ 3.5 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കൂടരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറ് വെന്തു പോവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. ഇളക്കിയിട്ട് നമ്മൾ പാത്രം മൂടി വെച്ചിട്ട് ഇത് ഫ്ലെയിം ഒന്നുകൂടെ ഒന്ന് കുറച്ചു കൊടുക്കും കേട്ടോ. കൂട്ടി കൊടുക്കരുത്, കുറച്ചു കൊടുക്കും. എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അടപ്പ് ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഞാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുത്തത്. പിന്നെ ഏകദേശം ഒരു 8-9 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ അടപ്പ് മാറ്റുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പാത്രത്തിൽ അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇത് ടിഫാലിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ നല്ലതുപോലെ നമ്മളുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് പിള്ളേർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്, റൈത്തയാണ്. വെറുതെ സവാളയും തൈരും മല്ലിയിലയും മാത്രമുള്ള റൈത്തയാണ് കേട്ടോ, ടൊമാറ്റോ പോലും ഇല്ല. അപ്പോൾ ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ റിസ്വാൻ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെളിയിൽ നല്ല മഴ വന്നപ്പോഴേക്ക് മുകളിൽ കറണ്ട് പോയി. താഴത്തെ നിലയിൽ കറണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സുൽത്താൻ്റെ ലാബിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുൽത്താനെ, നിന്റെ വാപ്പ എന്തടാ കപ്പൽ മറിഞ്ഞണക്ക് ഇരിക്കുന്നത്? ഞാനതല്ല, ഞാനിപ്പോൾ ഇന്നത്തെ ന്യൂസ് വായിച്ചിട്ട് പറയുമായിരുന്നു. ട്രിവാൻഡ്രത്തും എറണാകുളത്തും തൃശ്ശൂരും മലപ്പുറവും ട്രിപ്പിൾ ലോക്ക്ഡൌണും. പിന്നെ മാത്രമോ നമ്മളെ ഈ ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്തു ഒരാഴ്ച കൂടെ. ഞാൻ വിചാരിച്ചു മറ്റന്നാ ഇറങ്ങാന്ന് വിചാരിച്ചെന്നാണ്. മറ്റന്നാ ഇറങ്ങുന്നതല്ല, സാധനം കുറച്ച് വാങ്ങിക്കാനുണ്ട്. ഇല്ല, വേറെ കാര്യം സുലു, ഉള്ള സാധനം കൊണ്ടൊക്കെ മുന്നോട്ട് പോകണമാണ് നല്ലത്. ഈ ഒരു അവസ്ഥയിൽ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അപ്പോഴും ഒരു രീതിയിലും വെളിയിറങ്ങാൻ പാടില്ല, സ്ട്രിക്റ്റ് ആയിരിക്കും. കാരണം അത്രത്തോളം അസുഖം കൂടുന്നുണ്ട്. 4 ജില്ല, ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം. പിന്നെ അതിന്റെ കൂടാണ് റെഡ് അലേർട്ട് നമുക്ക്. പിന്നെ അതെ, ഇന്ന് ഏറ്റവും പേടിക്കേണ്ട ദിവസം. നിനക്ക് കരാറ് തന്നാ ഇന്നത്തോടെ മാറുന്നു. റെഡ് അലേർട്ട്, പിന്നെ ചുഴലിക്കാറ്റ്, മഴ തകർത്താടുന്നു. മഴ കാരണം ഒന്നും കേട്ടൂടാ. അല്ലാ, എന്താ മഴ!
കണ്ടോ ഒരു എന്തോ ഒരു അങ്ങനെ ഒരു വല്ലാത്ത ഇത് വെളിയിലേക്ക് പോയി. പ്രകൃതി നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും തോന്നുന്നു. ഇതാണ്ട തിരുവനന്തപുരം, കൊല്ലം അവിടെയൊക്കെ മഴ വീണതിൻ്റെ സ്റ്റോം. ഇപ്പോൾ കൊല്ലത്താണ് ചുവന്നൊക്കെ ഇരിക്കുക. നമ്മളിതാ ഇവിടെ ചോപ്പ് വെളിയിൽ ഉഗ്ര മഴ എല്ലാം കൂടെ ഒന്നിച്ചല്ലേ. കൊറോണയും മാപ്പ് അങ്ങ് ദൂരെ പോയാൽ നമുക്ക് കാണുക അവിടെ മാത്രമേ കറക്റ്റായിട്ട്. വേറെ സ്ഥലത്തൊക്കെ ഉണ്ടതാ. കഴിഞ്ഞ തീർന്നല്ലാരും ഇതുണ്ട്. സുൽത്താന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. പക്ഷെ സുലു തേങ്ങയില്ല ഇവിടെ. ഉണ്ട്, തേങ്ങ ഉണ്ട്, പക്ഷെ തിരിയണം. അതുകൊണ്ട് കരിക്കാണത്. ഇപ്പൊ മഴയത്ത് വേണ്ട. ഇതാണ് സമി ഇന്നത്തെ പരിപാടി. നമ്മള് ഇപ്പൊ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ സാധാരണ എനിക്കറിയാം രാവിലെ 7 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇപ്പൊ നോമ്പ് കഴിഞ്ഞ് ഈദ് വന്ന ശേഷം ഇതെല്ലാം ഇപ്പം തകടം മറിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് കിട്ടിയ ഗോതമ്പ് മാവുണ്ടല്ലോ. അപ്പൊ ഒന്നാമത് ലോക്ക്ഡൌൺ ആണ്. അപ്പം നമുക്ക് പുറത്തിറങ്ങി സാധനമൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വെച്ചിട്ട് നിസാർക്കൊക്കെ ഇഷ്ടമുള്ള ഗോതമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഗോതമ്പ് പഴം അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ പ്രശ്നം എന്തെന്നറിയാവോ, ഈ മഴ പെയ്തിട്ട് ഈ കണ്ണീച്ച ഉണ്ടല്ലോ, നിങ്ങളുടെ അവിടെ എന്ത് പറയാ അതിന് പേര്, ഓരോരുത്തരുടെയൊക്കെ ഓരോ നാട്ടിൽ ഓരോ ഇത് പറയും. അത് വന്നിട്ട് ഇന്നലെ രാത്രി എൻ്റെ റബ്ബേ എന്തോരം മഴയായിരുന്നറിയോ, മഴയും കാറ്റും ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ് കേട്ടാ. അപ്പൊ ഇത് നമ്മളുടെ ഇന്നത്തെ തന്നെ വ്ളോഗാണ് കേട്ടാ. ഇന്നത്തെ എന്ന് പറയുമ്പോ ഇന്നത്തെ ഡേറ്റ് ശനിയാഴ്ചത്തെ വ്ളോഗ് തന്നെയാണ് കേട്ടാ. ഡയറക്റ്റ് നിങ്ങൾക്ക് അങ്ങ് വരികയാണ്. അപ്പൊ ഞാൻ എന്തായാലും സഖ്യക്കുള്ള പുട്ടെടുക്കട്ടെ. കണ്ണീക്ക് ഭയങ്കര ശല്യം കേട്ടോ. തേങ്ങ എല്ലാടെ പണ്ട് തിരി ഫ്രീസറിൽ വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മള് ഫ്രീസറിലൊക്കെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാതിരിക്കുകയാണ് നല്ലത്. കറണ്ട് വന്നും പോയും ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ കേടാവും. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഇത് തന്നെ അല്ലേ കാലാവസ്ഥ. രസമല്ലേ, ഇന്നലെ രാത്രി ഉണ്ടല്ലോ 2-3 മിന്നാമിന്നി ഉണ്ടായിരുന്നു. കറണ്ട് പോയിരുന്നു. മഴ പെയ്ത് ഭയങ്കര കൂരിട്ട് എല്ലായിടത്തും എല്ലാ ലൈനും പോയി. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ മിന്നാമിന്നി 2-3 മിന്നാമിന്നി. എന്ത് രസമെന്നറിയാവോ. ഇപ്പൊ നമ്മൾ അങ്ങനെ മിന്നാമിന്നി അധികം ഒന്നും കാണാറില്ല. എനിക്ക് മിന്നാമിന്നിയെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടാ. അതിങ്ങനെ എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ് മിന്നാമിന്നിയെ കാണുമ്പോൾ. ഇത് വേറെ പണിയൊന്നുമില്ല കേട്ടാ. കുഴച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്ന മിക്സിയിലിട്ട് ഒറ്റ കറക്റ്റ് പേപ്പർ ഞാൻ ഇവിടെ കിടന്ന് തപ്പുവരുന്ന സമയം പേപ്പറിന് വേണ്ടി അത് ഞാൻ രാവിലെ പേപ്പർ എടുത്തിട്ട് വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് വായിക്കാന്ന് കരുതിയിട്ട് എടുത്തോണ്ട് വന്ന് അടുക്കളയിൽ വന്നപ്പോഴാണ് വേസ്റ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ ചെയ്തായിരുന്നു ഇല്ലാന്ന് വിചാരിച്ചു. ഇന്നും പേപ്പറില്ലെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ എല്ലാം തപ്പി സ്കൂട്ടറിന്റെ ഇടയിലൊക്കെ മറന്നുപോയതാണ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനായിട്ട്. കണ്ട ലോക്ക്ഡൌൺ 23 വരെ നീ വായിച്ചില്ലെന്നല്ലേ പറഞ്ഞു. 23 വരെ ഒരാഴ്ചയുടെ നീട്ടി ഇന്നലെ ഞാൻ നീട്ടിയതേ കണ്ട കടല്. നമ്മൾ ഇതിനു മുൻപ് അല്ലെ ഇതിനു മുൻപത്തെ ഇതൊക്കെ കാണിച്ചു. അതിനേക്കാളും വേഴ്സ് കണ്ടോ. ഇത് നോക്കിക്കേ. ഞാൻ പോയി വായിക്കട്ടെ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ഇന്നലെ ആരോ എന്റെ അടുത്ത് റിസ്വാൻ ആരോ ചോദിച്ചു എന്താ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും കാണിക്കണതാണ് ഒരു ഈസി പുട്ട്. ധൃതി വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അത് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടി വെച്ചിട്ട് ആവി വരുന്നത്. കുക്കറിൽ ഇതേ ആവി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാവോന്ന് അറിഞ്ഞൂടെ, അത് ആവി വരെയാണ്. അപ്പോൾ അത് ആവി വരുന്ന സമയം തന്നെ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇത്രയും മതി വേണ്ട. നല്ല ഫൈനായിട്ടുള്ള നല്ല സ്മൂത്ത് മാവ് ഇവിടെ റെഡി. ഒരു മാസത്തിന് ശേഷം നിസാറയ്ക്ക് പുട്ട് കഴിക്കാൻ പോകണം. മൈ ഫേവറേറ്റ്.
ഇതിൽ എത്ര പേർക്ക് ഫേവറേറ്റ് ആണ് ഗോതമ്പ് പുട്ട്? എനിക്ക് അരിപ്പുട്ടാണ് ഇഷ്ടം കേട്ടോ. നല്ല ആവി പറക്കുന്ന ചൂട് ഗോതമ്പ് പുട്ടും അടിച്ച ചായയും പിന്നെ പഴവും. സുൽത്താൻ വിളിക്കുക. നല്ല ചൂടല്ലേ? സുൽത്താൻ അവന് പുട്ടും കൂടെ പഴം വേണ്ട പോലെ. വാ സുൽത്താൻ, ഞാൻ വരട്ടെ. എനക്ക് പിന്നെ പുട്ടിനോട് എന്തോന്ന് വേണമെന്ന് പറഞ്ഞു. എന്തോ പിന്നെ പുട്ടും പഴമാകുമ്പോ അവന് ഇറങ്ങുന്നില്ല പോലും. എന്ത് ഇറച്ചിക്കറിയാ? കടലക്കറിയാ? എന്തേലും ചാറ് അച്ചാറ് മതിയാ? ചാറ് മതിയെങ്കി മീൻകറി കൂട്ടി കഴിക്കുന്ന ആൾക്കാരാ. ഇത് മീൻകറി. സമീ, മണി ഇത്രയെന്ന് അറിയാവോ? നമുക്ക് ഇത് വെച്ച് നിർത്തണം. എനിക്കൊരു പിടി തരാം. ഇങ്ങനെ വായിലൊക്കെ ചേരുമ്പോ അതിന് രുചി കൂടുതലാണ് കേട്ടോ. വല്ലവരും ചെയ്തു തരുമ്പോ ജോലി നല്ല സുഖമായി. ഇപ്പൊ മണി ഇത്രയെന്നുണ്ടോ? 9:30 മണിയായി. പുതിയ ലോഗോ റെസിപ്പി ആയിട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.